ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മുഴുവനായിട്ടും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 8 വിസിൽ വന്നോട്ടെ. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 10 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ചേർക്കുവാണെങ്കിൽ പായസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 8 വിസിലെല്ലാം വന്നിട്ട് കടലപ്പരിപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പരിപ്പ് ഓവറായിട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലോട്ട് 2 ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര ഒന്ന് മെൽറ്റായി വരട്ടെ. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കരയൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോഴത്തെ പായസം കണ്ടോ, തിളച്ച് നല്ല പാകത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ഒരുപാട് സമയം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ശേഷം വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാഷ്നട്ട്, കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. പക്ഷേ തേങ്ങാക്കുത്ത് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നേരെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കടലപ്പരിപ്പ് പ്രഥമൻ റെസിപ്പി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.